മോളായ പിന്നെ ഇപ്പം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളമായി. ഈ 3 മാസവും വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും വേഗം തന്നെ വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നല്ല ദൂരമുണ്ട്. അപ്പോൾ എനിക്ക് ബസ്സിനേക്കാളും കുറച്ചും കൂടി എളുപ്പം ട്രെയിനാണ് പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ. പക്ഷേ ഈ ട്രെയിനിൽ കയറലും ഈ കാണുന്ന ഈ സാധനത്തിൽ കയറലും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട വലിയൊരു വെല്ലുവിളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. പക്ഷെ എന്നെ നേരിട്ട് അറിയുന്ന ആൾക്കാർ ഇത് കേട്ടാൽ ചിലപ്പോൾ ആട്ടി തുപ്പും. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പുറത്തു വരുന്ന എൻ്റെ ഇൻട്രോവേർട്ട് സ്വഭാവമുണ്ട്. ശരിക്കും ഇതിനെ ആംബിവേർട്ട് എന്നെങ്ങാനോ പറയില്ലേ, പക്ഷെ എനിക്ക് ഇതിനെ വിളിക്കാൻ ഇഷ്ടം ഇൻട്രോവേർട്ട് എന്നാണ്. ഒരു പ്രത്യേകതര ഇൻട്രോവേർട്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇനി എത്ര നേരത്തെ എത്തിയാലും ഒറ്റയ്ക്ക് പോയി ചായ കുടിക്കാൻ ആൾക്കാർ എന്ത് വിചാരിക്കുന്നുള്ളത് കൊണ്ട് എനിക്കൊരു മടിയാണ്. അതേപോലെ തന്നെ കണ്ടക്ടർ ഒരു 5 രൂപ തരാൻ ബാക്കിയുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അതും ഞാൻ തിരിച്ചു ചോദിക്കലില്ല. എന്നാൽ എൻ്റെ ഈ ഇൻട്രോവേർട്ട് സ്വഭാവം എക്സ്ട്രോവേർട്ട് ആവാൻ അത്ര സമയമൊന്നും വേണ്ട. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോയാൽ മതി. അന്നേരം 5 റുപ്യല്ല 50 പൈസ വരെ ഞാൻ കണ്ടക്ടറോട് തല്ലുകൂടി വാങ്ങും. അങ്ങനെ ട്രെയിനിലും ബസ്സിലെല്ലാം കയറി നാട്ടിൽ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് വീട്ടിലേക്ക്. പക്ഷെ ആ നടത്തം അത്ര ബോറടിക്കൂല. കാരണം ഇതന്നെ, ഈ പച്ചപ്പും ഹരിതാപയും തെങ്ങും തെങ്ങിന്റെ മുകളിലെ പാറ്റിയും കിളിയും എല്ലാം. ഈ ആടി ആടി നടന്നു പോകുന്നത് സതുവിന്റെ പൊന്നു ആൻറ്റി. ഇപ്പം ബസ് സ്റ്റോപ്പ് നിനക്ക് വീണ് കിട്ടിയതാണ്. ഓള് നഴ്സിംഗ് പഠിക്കുന്നതിന്റെ കഷ്ടപ്പാടും പരാധീനതകളെല്ലാം ഒറ്റയ്ക്ക് തന്നെ അയവിറക്കിക്കൊണ്ട് ആടി ആടി നടക്കുമെന്ന്. ഓളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷേങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കത് വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്നത്. അങ്ങനെ ഓള് പഠിക്കുന്നതിന്റെ വിഷമവും ഞാൻ ജോലി ചെയ്യുന്നതിന്റെ വിഷമവും കൂടി ഷെയർ ചെയ്ത് നമ്മൾ രണ്ടാളും വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തിയപാട് സതുവിനെ കാണാണ്ട് ഓടിപ്പോയി കുളിക്കും. അത് കഴിഞ്ഞപാട് എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ വേഗം തിന്നിട്ട് വേഗം സതുവിനെ എടുത്തിട്ട് പാൽ കൊടുക്കും. മമ്മൻകുട്ടി സതുവിനി.